وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിലായി അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭങ്ങളിലെ അവസ്ഥകളും സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പിൽക്കാലഘട്ടത്തിൽ വന്ന അനാചാരങ്ങളുടെ മേഖലകളുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് വെക്കാൻ, ഇഷ്ടം വെക്കാൻ അള്ളാഹുവാണ്, അവിടുത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ 4-ാമത്തെയും സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ പരിപൂർണമായ അനുസരണം അല്ലാഹുവിനും റസൂലിനും നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തിയ മറ്റൊരു വിഷയം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി ഇത്തിബാ ചെയ്യാൻ, പിന്തുടരാൻ, എങ്കിൽ മാത്രമാണ് അല്ലാഹു പോലും നമ്മളെ ഇഷ്ടപ്പെടുന്നത് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നമ്മൾ മനസ്സിലാക്കിയവരാണ്. എന്നാൽ അതിൽ നിന്ന് വൈരുദ്ധ്യമായി പ്രവാചകനോട് ഇഷ്ടമാണ്, സ്നേഹമാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിലൂടെ പടർന്നു പന്തലിക്കുമ്പോൾ നമ്മളൊക്കെ അതിനൊറ്റ വാക്കിൽ അതിനെ പഠിച്ചു മനസ്സിലാക്കിയൊരു വിഷയമുണ്ട്. അത് ബിദ്അത്താണ്. മതത്തിലൂടെ കടന്നു വരുന്ന പുത്തൻ ആചാരങ്ങളാണ്. അത് കേവലം ഒരു മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമൊന്നുമല്ല. മദീന മസ്ജിദുൻ നബവിയുടെ മിമ്പർ, ചങ്ങരംകുളത്തിന്റെ തഖ്വ മസ്ജിദിന്റെ മിമ്പർ എന്ന് മാത്രം വിചാരിക്കണ്ട. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ചാരേ, റൗദാ ഷരീഫിന്റെയും ചാരേ, മദീന മസ്ജിദുൻ നബവിയുടെ മിമ്പർ പോലും ജനങ്ങളോട് ആഹ്വാനം ചെയ്തു, ജനങ്ങളെ പുത്തനാചാരമാണ്, അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തു. കാലങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട് ബിദ്അത്ത്, പുത്തനാചാരം എന്താണ്. ഒരു പഠനമായി ഒരു ഖുത്ബയെ മനസ്സിലാക്കാൻ, അതിൽ നിന്ന് ആദർശങ്ങളും ഇസ്ലാമിന്റെ പ്രമാണങ്ങളും മനസ്സിലാക്കി ജീവിക്കാൻ. എന്താണ് ബിദ്അത്ത് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സ്വഹാബത്തിനോട് 2 കല്ലുകളെടുത്ത 2 കല്ലിങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം അവരോട് പറയുന്നുണ്ട്, ഇതിനിടയിലൂടെ സൂര്യന്റെ കിരണങ്ങളെ, പ്രകാശങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടോ? അവര് പറഞ്ഞു, വളരെ ചെറുതായ രൂപത്തിൽ മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. 2 കല്ലുകൾ കൂട്ടിപ്പിടിച്ച് ആ കല്ലുകൾ കൂട്ടിയോജിപ്പിക്കുമ്പോൾ അതിന്റെ പഴുതുകളിലൂടെ കാണുന്ന നേർത്തൊരു പ്രകാശം മാത്രം. ബാക്കി ഭാഗങ്ങളൊക്കെ കല്ല് മൂടിക്കളഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ശരീരം ആരുടെ നിയന്ത്രണത്തിലുണ്ടോ, ലതദ്ഹുറുന്നൽ ബിദ്അഉ ഹത്താ ലാ യുറാ മിനൽ ഹഖ് ഇല്ലാ മാ ഖദറ മാ യുറാ മിനൻ നൂർ. ഈ കല്ലിലൂടെ ഒരു പ്രകാശം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നാളെ ഹക്കിനെ മുഴുവൻ ബിദ്അത്തുകളെ കൊണ്ട് ഹക്കുകളെ മൂടപ്പെടും. അത് പ്രകടമാകും ബിദ്അത്ത്. അല്ലാഹുവിനെ കൊണ്ട് സത്യമാണ്,
ബിദ്അത്തുകൾ ഇങ്ങനെ പ്രകടമാകും. എന്നാൽ ഈ കല്ലിന്റെ ഇടയിലൂടെ കാണുന്ന വെളിച്ചം പോലെ മാത്രമേ നിങ്ങൾ ഹക്കിനെ കാണൂ എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറയാം, മിൻ ബൈനി ഹാദൈനിൽ ഹജറൈൻ, ഈ രണ്ട് കല്ലിന്റെ ഇടയിൽ കാണുന്ന പോലെ, വല്ലാഹി ലതഫ്ശവന്നൽ ബിദ്അ, അല്ലാഹുവാണ് സത്യം, ബിദ്അത്തുകൾ സമൂഹത്തിൽ വ്യാപിക്കുക തന്നെ ചെയ്യും. എന്ന് പറയാം, ഹത്താ ഏതുവരെ എന്നറിയോ, ഇദാ തറക മിൻഹാ ഷൈഉൻ, ആ ബിദ്അത്ത് ഒരെണ്ണം വേണ്ട എന്ന് നീ വെച്ചു കഴിഞ്ഞാൽ, അതിനെ നീ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ഖാലു, അവര് പറയും, തുരിക്കത്തി സുന്ന, സുന്നത്താണ് ഈ മനുഷ്യൻ ഒഴിവാക്കിയത് എന്ന് അവർ നിങ്ങൾക്കെതിരെ പറയുന്നൊരു കാലമുണ്ടാകുമെന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഇത് വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് പ്രിയമുള്ളവരെ. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ വഹി കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട മതമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഒരു തുരുമ്പിന്റെ കനം പോലും, അതല്ലെങ്കിൽ ഒരു മൈന്യൂട്ട് പോയിന്റ് പോലും എന്റെ വക ഇന്നതാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ദീനിലൂടെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള വിഷയം. അതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാനുള്ളത് അഹ്ലുസുന്ന എന്ന് പറയുന്ന പ്രവാചകന്റെ ചര്യകളെ പിന്തുടരുന്ന ആളുകളായി മാറാൻ, ഒരിക്കലും ബിദ്അത്തിന്റെ കക്ഷികളായി മാറാതിരിക്കാൻ, സുന്നത്തിന്റെ ആളുകളായി മാറാൻ. ഒറ്റ വാക്കിൽ അതിന് പറഞ്ഞാൽ, മാസന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയാക്കിയത് എന്തുണ്ടോ അതാണ് സുന്നത്തി എന്ന് പറയാം. ഒന്നുകൂടെ മനോഹരമായി വിശദീകരിച്ച് തന്നത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആളുകൾക്കിടയിൽ അദ്ദേഹം പോലും ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടുകാരുടെയും കോഴിക്കോട്ടുകാരുടെയും കൃതികളിലൂടെ മഹാനായ യഥാർത്ഥ പണ്ഡിതനായ അബ്ദുൽ ഖാദിർ ജീലാനി ആളുകൾക്ക് പരിചയമില്ലാതെ പോയി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ അൽ ഉൽനിയ ലിത്വാലിബീൻ എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം സുന്നത്തിന്റെ ഡെഫിനിഷൻ സമൂഹത്തിന് നൽകുന്നുണ്ട്. അദ്ദേഹം പറയാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചര്യയാക്കി തന്നതെന്തുണ്ടോ അതിനാണ് സുന്നത്ത് എന്ന് പറയാം. ആ വിഷയത്തെ ഒന്നുകൂടെ വിശദീകരിച്ചത് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിലാണ്. മാ ജാഅ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖവാലിഹി വ അഫ്ആലിഹി വ തക്രീരിഹി, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ചു തന്നത്, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനാനുവാദം നൽകുക, അഥവാ പ്രവാചകന്റെ മുന്നിൽ വെച്ച് സഹാബത്ത് ചെയ്യുമ്പോ റസൂലുള്ള അതിന് മൗനമായിട്ട് അനുവാദം കൊടുക്കുന്നത്, അതല്ലെങ്കിൽ വമാ ഹമ്മ ബിഫഅലിഹി, അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാൻ ആഗ്രഹിച്ചത്. മുഹറം 9 നോമ്പ് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 നോമ്പ് നോറ്റിട്ടില്ല. പക്ഷെ പ്രവാചകൻ പറഞ്ഞത്, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, വരും കൊല്ലം കൂടെ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മുഹറം 9 നോമ്പ് കൂടെ നോക്കുമായിരുന്നു. ചെയ്യാൻ ആഗ്രഹിച്ചതാണ് മതത്തിൽ സുന്നത്താൻ. നമ്മളൊക്കെ ധരിച്ചത് സുന്നത്ത് പറഞ്ഞ സുന്നത്തായ ആചാരങ്ങൾ കുറെ ചെയ്യലാണെന്നാണ്. ഇബാദത്തുകൾ കൂടുതൽ ചെയ്യുന്നത് ഖവാരിജീങ്ങളായ ആളുകളാണ്, അവർ വഴിപഴച്ച ആളുകളാണ്. പക്ഷെ എന്ത് വേണം, ചെയ്യുന്ന കാര്യം ഇബാദത്താകണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദമുള്ളതാകണം. അതല്ലെങ്കിൽ അതിന്റെ വകുപ്പ് മാറും, ബിദ്അത്തായി മാറും. ബിദ്അത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മുൻമാതൃകയില്ലാതെ പുതുതായി ഒന്ന് കൊണ്ടുവന്നത് എന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ബദീഉസ് സമാവാതി വൽ അർദ്, മുൻമാതൃകയില്ലാതെ ആകാശഭൂമികളെ പുതുതായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വറഹ്ബാനിയതൻ ബതദഉഹ, വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കൽ മുൻമാതൃകയില്ലാതെ പുതുതായി കൊണ്ടുവന്നതാണ്. എന്നാൽ ശറഇൽ മതപരമായി പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിൽ പുതുതായി ഒരു ആചാരത്തെ കൊണ്ടുവരലാണ്. പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിൽ മതമായി പുതിയൊരു ആചാരത്തെ കൊണ്ടുവരലാണ് ഇസ്ലാമിൽ ശറഇൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിലൂടെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന ഒരു കാര്യങ്ങളോടും അള്ളാഹുവിന്റെ ദീൻ അതിനോട് അനുനയം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, വളരെ ലളിതമായൊരു വാക്ക് പോലും ഒരാൾ തുമ്മിയിട്ട് പറയാൻ, അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ. പദത്തിനൊരു തകരാറില്ലല്ലോ. അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ. മഹാനായ മുത്തബിഉസ് സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, വലൈസ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ പറയാൻ അള്ളാന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് പഠിപ്പിച്ചതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അത് ഇസ്ലാമിലുള്ളതാണ്. തുമ്മിയാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ. അത് കേട്ട ആൾ അദ്ദേഹത്തിന്റെ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, യർഹമുക്കല്ലാഹ്. അത് കേൾക്കുമ്പോ ആ വ്യക്തി വീണ്ടും യഹ്ദീകുമുല്ലാഹ് വയസ്ലിഹു ബാലക്കും എന്ന് അദ്ദേഹത്തിന് വേണ്ടി വീണ്ടും ദുആ ചെയ്യണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്നാൽ വസ്സലാമു അലാ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന് അള്ളാന്റെ രക്ഷയുണ്ടാകട്ടെ നല്ല പദമാണ്, നല്ല അർത്ഥമാണ്. പക്ഷെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വലൈസ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുപോലെ പറയാൻ അള്ളാന്റെ മുത്തു റസൂല് നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചിട്ടില്ല. എവിടെന്നാ കിട്ടിയേ? നമ്മൾ ആലോചിക്കേണ്ട നല്ലതല്ലേ എന്ന് കരുതി നമ്മുടെ ദീനിൽ ഒരു സൂചിപ്പൊട്ട് കാര്യം പോലും കൊണ്ടുവരാൻ നമ്മളൊക്കെ എന്താ പറയണേ? അത് അള്ളാന്റെ നബിയോട് എനിക്ക് ഇഷ്ടമാണ്, സ്നേഹമാണെന്നാണോ? അള്ളാന്റെ നബിയോട് ഇഷ്ടമാണെന്നാണോ? പ്രിയമുള്ളവരെ, മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ രേഖപ്പെടുത്തിയ അൽ-ഇഅ്തിസാം എന്ന് പറയുന്ന കിതാബിലെ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനിൽ ഒരു ആയത്ത് ഉദ്ധരിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. ആ ആയത്തിന്റെ ഗാംഭീര്യം എന്താണെന്നറിയോ? അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ പൂർത്തീകരിച്ചതാണ്. വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെയും സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത് ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത്, ഈ ആയത്തിറങ്ങുന്നത് ദുൽഹജ്ജ് 9 അസ്ർ നമസ്കാര ശേഷം ലോകത്തിന്റെ പ്രവാചകൻ അറഫയുടെ മൈതാനിയിൽ ഒട്ടകപ്പുറത്തിരിക്കുമ്പോഴാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ആയത്ത് ദുൽഹജ്ജ് 9 ഇറങ്ങി, മുഹറം കഴിഞ്ഞു, സഫറിന്റെ അവസാനത്തിൽ പ്രവാചകന് വഫാത്തിന്റെ രോഗം വന്നു, റബീഉൽ അവ്വലിന്റെ ആദ്യത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. വഫാത്താകുന്നതിന്റെ കേവലം 3 മാസങ്ങൾക്ക് മുമ്പ് അവതീർണമായ ആയത്തിൽ അല്ലാഹു പറയാ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ, ഇന്നേ ദിവസം, ഇതാ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതത്തെ ഇതാ നിങ്ങൾക്ക് പരിപൂർണമാക്കി തരികയാണ്, ഇസ്ലാം പൂർത്തീകരിച്ച് തരികയാണ്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, അല്ലാഹു ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു നൽകിയിരിക്കുന്നു. ഇസ്ലാം അവിടെ പൂർത്തീകരിക്കപ്പെട്ടു എന്നാ പറഞ്ഞേ. ഇനി ആ ആയത്തിറങ്ങി പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞു. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി ഇമാമിന്റെ ഉസ്താദാൻ, ഇമാം ദാറുൽ ഹിജ്റ. അദ്ദേഹം ഈ ആയത്തിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും മതത്തിൽ പുതിയൊരു ആധാരത്തെ കൊണ്ടുവരുന്നു, യറാഹ ഹസന, എന്നിട്ട് അവൻ ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ, ആളുകൾ പറയൂലേ ഇത് നല്ല പുത്തനാചാരാണ്, അങ്ങനെ നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാന ഫി റിസാല, അവൻ വാദിക്കുന്നത് അള്ളാന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചന കാണിച്ചു എന്നാണ്. മുത്തുനബീനെ വഞ്ചകനെന്ന് വാദിക്കുന്നവനാണ്. ലിഅന്ന അല്ലാഹു തആല യഖൂൽ, കാരണം അല്ലാഹു പറയുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഇസ്ലാമിനെ പൂർത്തീകരിച്ചു എന്ന്. അപ്പോ ഒരാൾ പറയാൻ ഇത് നല്ല പുത്തനാചാരല്ലേ എന്ന് പറഞ്ഞ് കടന്നു വരുമ്പോ ഈ നല്ല കാര്യം നമ്മളോട് പറഞ്ഞു തരാതെ റസൂലുള്ളാഹി വഞ്ചിച്ചു എന്ന് വാദിക്കുന്നവനാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അടുത്ത വാക്ക് ഒന്നുകൂടെ അടിവരയിട്ടാൽ വിഷയം വ്യക്തമാണ്. ഫമാ ലം യകുൻ യൗമഇദിൻ ദീന, ആകയാൽ പ്രവാചകന്റെ കാലഘട്ടങ്ങളിലൂടെ മതമല്ലാതിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ, ഫലാ യകൂനുൽ യൗമ ദീന, അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ മതമല്ലാതിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ, ഫലാ യകൂനുൽ യൗമ ദീന, അതിന്നും നിങ്ങൾക്ക് ദീനല്ല എന്നാണ്. ഹബീബിന്റെ കാലഘട്ടത്തിലാണ് ബദർ ഉണ്ടായത്. ആ ബദർ കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയുന്ന കാലഘട്ടം വരെ റമദാനിന്റെ 17 കടന്നുപോയതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 51-ാമത്തെ വയസ്സിലാണ് മിഅ്റാജ് ഉണ്ടാവുന്നത്. അവിടെ 63-ാമത്തെ വയസ്സിൽ വിട പറയുന്ന കാലഘട്ടം വരെ ആ മിഅ്റാജിന്റെ വർഷങ്ങളെ താണ്ടിപ്പോയതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ട് 40-ാമത്തെ വയസ്സിൽ നബിയായി 23 വർഷക്കാലത്തെ പ്രൗഢമായ പ്രവാചക ജീവിതങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് റബീഉൽ അവ്വലുകൾ പ്രവാചകന്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയതാണ്.
ആ പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതമായി കാണിക്കാതിരുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ഫലാ യകൂനുൽ യൗമ ദീന, അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ മതമല്ലാത്ത ഒരു കാര്യം പോലും ഇന്നും നിങ്ങൾക്ക് മതമല്ല എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അന്നുള്ളതേ ഇന്ന് ദീനായി മാറാവൂ, അന്നില്ലാത്തതൊന്നും ഇന്ന് മതമല്ല എന്നുള്ളതാണ്. ഇനി മതത്തിലേക്ക് പുതിയ ആധാരങ്ങളെ കൊണ്ടുവരുന്നത് മാത്രമല്ല, ഉള്ളതിന് പോലും എണ്ണമോ വണ്ണമോ രൂപമോ പുണ്യമോ പ്രത്യേകമായി നിർണയിച്ചാൽ പോലും അത് ബിദ്അത്തിന്റെ ഗണത്തിലേക്ക് വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനോഹരമായ ദിക്റാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ നിസ്കാരം കഴിഞ്ഞാൽ 33 പ്രാവശ്യം ചൊല്ലാൻ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരാൾ തീരുമാനിക്കാണ്, ഇന്ന് എനിക്ക് സുബഹി കഴിഞ്ഞാൽ അവധി ദിവസം, അതുകൊണ്ട് ഒരു 100 സുബ്ഹാനല്ലാഹ്, 100 അൽഹംദുലില്ലാഹ്, 100 അല്ലാഹു അക്ബർ പറ്റില്ല. അല്ലാഹുവിന്റെ ഹബീബ് 33 എന്ന് പറഞ്ഞാൽ അവിടെ നിന്നോളണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരെണ്ണം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ, അതിനപ്പുറത്ത് കൊണ്ടുവരാൻ നമുക്ക് അധികാരമില്ല. അതുപോലെ തന്നെ ഉള്ളതിന് നോക്കേ, ഒന്നാമത്തെ മാസം ഇത്ര രൂപത്തിൽ ഇത്ര എണ്ണം ഇന്ന രൂപത്തിലൂടെ സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന പുണ്യമെന്ന് പറയാൻ അംലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യുഅദൻ ബിഹില്ലാ, അല്ലാഹു അനുവാദം നൽകാതെ മതത്തിൽ നിയമം വെക്കുന്ന വല്ല പങ്കുകാരും അവനുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാന്റെ ദീനിലെ നിയമം വെക്കാനുള്ള അധികാരം ആർക്കാണ്? അല്ലാഹ്ക്കാണ്. മുഹറത്തിന്റെ മാസം കണ്ടാൽ ഇന്നത് ചൊല്ലണം, ഒന്നാമത്തെ ദിവസം ഇന്നത് ചൊല്ലണം, രണ്ടാമത്തെ ദിവസം ഇന്നത് ചൊല്ലണം. ആരാ പഠിപ്പിച്ചേ? അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മാസം കണ്ടു എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ എന്ന് പറയാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോളണം. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 9 നോമ്പ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് നോറ്റോളണം. 10 നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10 നോമ്പെടുത്തോളണം. ആ പ്രവാചകൻ എന്തൊന്ന് പറഞ്ഞോ അതിനെ അനുസരിക്കാൻ, അതിനപ്പുറത്ത് നമ്മളുടെ വകയായി ഇന്നതിന്ന രൂപത്തിലായിക്കോട്ടെ എന്ന് പറയാൻ അവിടെയും അല്ലാഹുവിന്റെ റസൂൽ അനുവാദം നൽകിയിട്ടില്ല. ഇനി അതിന്റെ ഗൗരവത്തെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇതുപോലെ, ഞാനിത് കുറച്ച് വിഷയത്തിൽ ഗൗരവമുള്ള കാര്യമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞ്, മീലാദുൻ നബിയുടെ പേര് പറഞ്ഞ് തെരുവോരങ്ങളെ മുഖരിതമാക്കിയ ആളുകൾ മുഴുവനും പഠിക്കാൻ 1000ഓളം ഖുത്ബകൾ നടത്തിയിട്ടുണ്ട് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസുകളിലൂടെ കാണാം. ആ ഹദീസിൽ അദ്ദേഹം പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തുമ്പോ വഹ്മറത്ത് ഐന, ആ റസൂലുള്ളാഹിന്റെ കണ്ണുകൾ ഇങ്ങനെ ചുവന്നു തുടിക്കാറുണ്ട്. വഅലാ സൗത, ആ റസൂലുള്ളാഹിന്റെ ശബ്ദം ഉയരാറുണ്ട്. കഅന്നഹു മുൻദിറു ജയ്ഷ്, ഒരു സൈന്യത്തോട് തന്റെ സൈന്യാധിപൻ എങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നുവോ അതുപോലെ ഗൗരവത്തോടുകൂടെ. മറ്റൊരു ഹദീസിലൂടെ കാണാം വസ്തദ്ദ അളബ, വേറെ റിവായത്താൻ പ്രവാചകന്റെ കോപം ഇങ്ങനെ കഠിനമാകുന്ന, എന്നിട്ട് ആ റസൂലുള്ള മുഖം ചുവന്നു തുടിക്കുമാറ്, അവിടുന്ന് പ്രവാചകന്റെ ശബ്ദമുയരുമാറ്, ഒരു സൈന്യത്തോട് നിർദ്ദേശം കൊടുക്കുന്ന പോലെ പ്രവാചകൻ പറയാറുള്ളത് ഖൈറുൽ ഹദി ഹദി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല ചര്യ അത് മുത്തുനബിയുടെ ചര്യയാണ്. വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ, എന്നാൽ മതത്തിൽ ഏറ്റവും ഷർറുള്ള കാര്യം ആ മതത്തിൽ പുതുതായി കടന്നു വരുന്ന കാര്യങ്ങളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് അവിടെ നിന്ന് പറയാൻ കുല്ലു ബിദ്അത്തിൻ ളലാല, മതത്തിലേക്ക് പുതുതായി കടന്നു വരുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും വഴിപിഴച്ചതാണ്. വേറൊരു റിവായത്തിൽ ഒന്നുകൂടെ ആഡ് ചെയ്ത് പറഞ്ഞു വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴിപിഴച്ചതും നരകത്തിലേക്കാണ്. ഒരിക്കൽ പോലും 1000ഓളം ഖുത്ബകളിൽ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നല്ലതാണ് എന്ന് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊള്ളുക എന്ന് പറയുന്ന ഒരധ്യാപനം ഒരിക്കൽ പോലും പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് കടന്നു വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ അള്ളാന്റെ ഹബീബ് ഇത്ര ഗൗരവം കാണിക്കുന്നത്? എന്തിനാ റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ ചുകക്കുന്നത്? അതുകൊണ്ട് തകരുന്നത് അള്ളാന്റെ ദീനാണ്, ഇസ്ലാമിന്റെ അടിത്തറയാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റഡ് മതം,
സംരക്ഷണത്തിൽ അല്ലാഹു തആല തീർത്തു തന്ന് അന്ത്യപ്രവാചകനിലൂടെ പൂർത്തീകരിച്ച് ലോകത്തിന് സമ്മാനമായി നൽകിയ ഈ മതത്തിന്റെ ആധാരങ്ങളെ നമുക്ക് തോന്നിയ പോലെ പലതിനെയും കൊണ്ടുവന്ന് പലതിനെയും എടുത്തു കളഞ്ഞ് അതിനെ മാറ്റങ്ങൾ നടത്തുമ്പോ അത് അല്ലാഹ്ക്ക് പൊറുക്കൂല. ആ നിയമം വെക്കാനുള്ള അധികാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കാണിച്ചിട്ടില്ലല്ലോ എന്റെ പ്രിയമുള്ളവരെ. അത്രമേൽ ഗൗരവമുള്ള വിഷയം തന്നെയാണ് എന്നുള്ളത്. ഇനി ആ ബിദ്അത്തുകൾ കടന്നു വരുമ്പോ നമ്മളൊക്കെ പറയും നല്ലതല്ലേ എന്ന് ഓമന പേരിട്ട് ചെയ്യാനാണ്. അതാ പറയണത്. അതിന്റെ കൂടെ വസ്സലാമു അലാ റസൂലില്ലാ, അള്ളാന്റെ ഹബീബ് എതിർത്തു. പ്രവാചകൻ വീട്ടിലേക്ക് വരുമ്പോ തന്റെ ഭാര്യ നോമ്പുകാരിയാണ്. എന്തേ ആയിഷ, റസൂലിന് വെള്ളിയാഴ്ചയല്ല, അതിന്റെ ഒരു പ്രത്യേകതയാണ്. പറ്റില്ല. ഇന്നലെ നോമ്പുണ്ടോ? നാളെ നോമ്പെടുക്കാനുള്ള ഉദ്ദേശമുണ്ടോ? ഇല്ലേ. ആ നോമ്പിന് മുറിച്ചുകൾ. ഒരു പ്രത്യേകത നമ്മുടെ വക. നോമ്പ് നല്ല കാര്യമല്ലേ? നോമ്പ് നല്ല കാര്യമല്ലേ? പക്ഷേ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാത്ത രീതിയിൽ നമുക്ക് അവകാശമില്ല. ഒരു വ്യക്തിക്ക് അവന്റെ ഇബാദത്തിന് സ്വാതന്ത്ര്യമില്ല എന്നല്ല, അയാൾക്ക് വേണമെങ്കിൽ സമയം നിശ്ചയിക്കാം. എങ്ങനെ? എന്നും ജോലി തിരക്കുള്ള ഒരാൾ, അദ്ദേഹം ഞായറാഴ്ച ഫ്രീ ആണ്. ആ മനുഷ്യൻ വിചാരിക്കാണ് ഈ ഞായറാഴ്ച എന്തായാലും ഞാൻ ഒരു ജുസയെങ്കിലും ഖുർആൻ ഇരുന്ന് ഓതണം. അത് അദ്ദേഹത്തിന് തീരുമാനിക്കാം, നല്ല കാര്യമാണ്. നേരെ മറിച്ച് എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 8 മണിക്കിടയിലൂടെ ഒരു ജുസ് ഓതൽ മതത്തിന്റെ നിയമമാണ് എന്ന് പറഞ്ഞ് സമൂഹത്തോട് ആജ്ഞാപിക്കാൻ, അതിനെ പഠിപ്പിക്കാൻ, അത് ബിദ്അത്തായി മാറും. അത് അള്ളാന്റെ ദീനിലൊരു നിയമത്തെ നമ്മൾ കൊണ്ടുവരുന്നതിന് തുല്യമാണ്. ഇനി ഇതിന്റെ വലിയ അപകടം എവിടെന്നറിയോ? നിങ്ങൾ നോക്ക്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാന് ഉംറക്ക് പോവാണ്, എനിക്ക് ഇഹ്റാം കെട്ടാൻ. അവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് യാത്ര മധ്യ കേവലം ഒരു 7 കിലോമീറ്റർ മാറിയ ദുൽഹുലൈഫ മീഖാത്താൻ. അദ്ദേഹം പറഞ്ഞു, കുറച്ചുകൂടെ പുണ്യമുള്ള സ്ഥലം എവിടെയാണ്? ഈ മസ്ജിദുൻ നബവിയാണ്. ഞാൻ ഇവിടെ തന്നെ ഇഹ്റാം കെട്ടി പോവാനാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, നിനക്കവിടെ അള്ളാന്റെ റസൂൽ നിശ്ചയിച്ചെന്ന വഖത്ത, റസൂൽ നിനക്ക് മീഖാത്തായി നിശ്ചയിച്ചെന്ന ഒരു ഇടമല്ലേ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ നബവിന്ന് കുറച്ച് പുണ്യം. ഇമാം മാലിക് പറയാണ്, അള്ളാന്റെ ശിക്ഷ നിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ മനുഷ്യൻ പറയാണ്, ഞാൻ നല്ല കാര്യമല്ലേ ആഗ്രഹിച്ചുള്ളൂ. അദ്ദേഹം ഇമാം മാലിക് അവിടെ നിന്ന് ആയത്ത് ഓതി കൊടുക്കുകയാണ്, فَلْيَحْذَرِ الَّذِينَ يُخَالِفُونَ عَنْ أَمْرِهِ أَنْ تُصِيبَهُمْ فِتْنَةٌ أَوْ يُصِيبَهُمْ عَذَابٌ أَلِيمٌ. സൂറത്തുൻ നൂറിന്റെ അവസാന ഭാഗത്ത് കാണാം, അള്ളാന്റെ പ്രവാചകന്റെ ഒരു കൽപ്പനയോട് എതിര് കാണിക്കുന്ന ആളുകളോട് അവർക്കൊരു ഫിത്ന ബാധിക്കുന്നതിനെ, വേദനാജനകമായ ശിക്ഷ വരുന്നതിനെ ഭയപ്പെടുന്നുണ്ട് എന്ന ആയത്തോതി കൊടുക്കുന്ന മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് നമ്മളാരും സമയം നിശ്ചയിക്കണ്ട, നമ്മളാരും സ്ഥലവും നിശ്ചയിക്കണ്ട, അത്രമേൽ പറഞ്ഞു തന്നു. ഇനി അങ്ങനെ കൊണ്ടുവരുമ്പോ സമൂഹത്തിനുണ്ടാവുന്ന അപകടം എന്താണെന്നറിയോ? ഒന്നവൻ ശൈത്താനിന്റെ വലയിൽ ഇങ്ങനെ അമർന്നിരിക്കാൻ. നമ്മളൊക്കെ വിചാരിക്കും നല്ലതല്ലേ. മഹാനായ ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ്. പുത്തൻ ആചാരം ചെയ്യൽ ഇബ്ലീസിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്തിനേക്കാൾ? മിനൽ മഅസിയ, പാപം ചെയ്യുന്നേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം എന്തിനോടാ? ബിദ്അത്തിനോടാണ്. കാരണം മദ്യപിക്കുന്നവനറിയാം കള്ളുകുടി തെറ്റാണെന്ന്, വ്യഭിചരിക്കുന്നവനറിയാം വ്യഭിചാരം തെറ്റാണെന്ന്. ഏതെങ്കിലും ഒരു കാലം അല്ലാഹു ഹിദായത്ത് കൊടുത്താൽ അവൻ മാറിയേക്കാം. പക്ഷെ ബിദ്അത്ത് ചെയ്യണവൻ എന്താ വിചാരിക്കണേ? ഇതിന് കൂലി കിട്ടുന്നാൻ, പുണ്യാണെന്നാൻ. ഈ ബിദ്അത്താണെന്നല്ല, ഇത് നല്ല കാര്യമാണ്, അതിനെ വർദ്ധിപ്പിച്ച് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇബ്ലീസിന് ഇഷ്ടം കള്ളുകുടിക്കുന്നതിനേക്കാളും ഇബ്ലീസിന് ഇഷ്ടമുള്ളത് ബിദ്അത്ത് ചെയ്യണമെന്നാണ്. മാത്രമല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ തകർക്കുമെന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ജനങ്ങളുടെ മേലൊരു വർഷവും കടന്നു വരുന്നില്ല ഇല്ലാ അഹ്ദസൂ ഫീ, അതിലവർ പുത്തനാചാരം ചെയ്തിട്ടല്ലാതെ. എന്നിട്ടോ അമാതു വസുന്ന, അവർ സുന്നത്തിനെ മരിപ്പിക്കുകയുമാണ്. ഒരു വർഷം കടന്നു വരുമ്പോ അവരൊരു ബിദ്അത്തിനെ ജീവിപ്പിക്കും, ഒരു സുന്നത്തിനെ അവർ മരിപ്പിക്കും. ഹത്താ തഹിയൽ ബിദ്അ വതമൂത സുന്ന, ഏതുവരെ അങ്ങനെ ബിദ്അത്തുകൾ ഇങ്ങനെ വളർന്നു വന്ന് സുന്നത്തുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ഭാഗത്ത് നിങ്ങളെ വെക്ക്,
നാട്ടുകാർ ചെയ്യുന്ന ആചാരങ്ങളെ മറുഭാഗത്ത് വെക്ക്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം 1172 നമ്പർ ഹദീസാണ്. ഞാൻ ജനിച്ചത് ഫീഹി വിളിച്ചു, ഞാൻ ജനിച്ചത് ആ തിങ്കളാഴ്ചയാണ്. വബുഇസ്തു എന്നെ പ്രവാചകനായി നിയോഗിച്ചത് തിങ്കളാഴ്ചയാണ്. ഔൻസില അലയ്യൽ ഖുർആൻ, അതല്ലെങ്കിൽ എനിക്ക് വേദഗ്രന്ഥം അവതീർണമായത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച നിങ്ങൾ നോമ്പെടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സുന്ന. പ്രവാചകൻ അനുസരിക്കുന്നവർക്കുള്ള സുന്നത്ത് എന്താണ്? റസൂലുള്ള ജനിച്ചു എന്ന് പറയപ്പെടുന്ന തിങ്കളാഴ്ച നോമ്പെടുക്കലാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച, ഇത് റസൂലുള്ളാഹിന്റെ നേർക്കുനേരെ ഹദീസ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മീലാദുൻ നബിയുടെ പേര് പറഞ്ഞ് ഭക്ഷണം കൊണ്ട് ആഹ്ലാദിച്ചവർ, നടന്നു തിന്നവർ, അള്ളാന്റെ പ്രമാണങ്ങൾക്ക് പോലും വൈരുദ്ധ്യം, റോഡിൽ നിൽക്കുന്നവന്റെ പേര് പോലും മധുരപലഹാരങ്ങളെ വലിച്ചെറിഞ്ഞവർ, ഇസ്ലാമിന്റെ അദബുകളെ പാലിക്കാത്തവർ, എന്നിട്ട് പറഞ്ഞത് മുത്തുനബിയോട് മഹബത്താണ്. റസൂലുള്ള പറഞ്ഞു നോമ്പെടുക്കാൻ. പച്ച ഷിയാ വിശ്വാസിയായ മുല്ല ഉമർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ ഹദറുൽ അസ്വദിന് നേരെ പോലും അക്രമങ്ങൾ അഴിച്ചുവിട്ടവർ ഒരു മീലാദുൻ നബി പഠിപ്പിച്ച് കടന്നുപോയപ്പോ, അതിനെ മുല്ല ഉമർ ഏറ്റെടുത്തപ്പോ, അതിന് ഷിയാക്കൾ പാഠം പഠിപ്പിച്ചപ്പോ അതിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചവർ ഭക്ഷണം കഴിച്ച് ആഹ്ലാദിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, വീട്ടിൽ മരണം നടക്കുമ്പോ ആ മരണപ്പെട്ട മനുഷ്യന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുമ്മ അഗ്ഫിർ ലി ഹാദൽ മയ്യിത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമയുടെ മയ്യിത്ത് കണ്ടപ്പോ അല്ലാഹുമ്മ അഗ്ഫിർ ലി അബീ സലമ എന്ന് പറഞ്ഞു ദുആ ചെയ്തതുപോലെ ദുആ ചെയ്യാൻ അറിയാത്ത ഒരു ഉമ്മത്തിനെ സമൂഹത്തിലൂടെ വാർത്തുകൊണ്ടുവന്നു. എന്നിട്ട് പ്രാർത്ഥിക്കാൻ ഒരു പുരോഹിതൻ വേണം. ആ മുസ്ലിയാരുടെ കീഴിൽ പ്രാർത്ഥന. എന്തിനാ ഉമ്മത്തെ? അവസാനം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഇവിടെ ബിദ്അത്ത് ഇങ്ങനെ ജീവിക്കും, സുന്നത്ത് മരിക്കും. അറിയോ ഒരാൾക്ക് ഉമ്മാന്റെ ബാപ്പാന്റെ സഹോദരന്മാരുടെ കാണാൻ പോകുന്ന സുഹൃത്തിന്റെ മയ്യത്തിന്റെ അവിടെ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയണില്ല. വേദനയുണ്ട്. പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫ് പോവാ, മകൻ ഗൾഫ് പോവാ, ആ മോന്റെ കൈപിടിച്ച എന്ന് പറയാൻ ഉമ്മത്തിന് അറിയുന്നില്ല. അവരൊക്കെ പഠിച്ചത് ഒരു ഉസ്താദ് വന്നൊന്ന് ദുആ ചെയ്യട്ടെ. ആർക്കു വേണ്ടി? അള്ളാന്റെ ദീനിനെ കളങ്കപ്പെടുത്തുന്നുണ്ട്. ഖബർസ്ഥാനിൽ കിടക്കുന്ന ഉമ്മാന്റെ ഖബറിന്റെ ചാര പോയി, അല്ലാഹുവേ ഈ ഖബറിൽ കിടക്കുന്ന എന്റെ ഉമ്മയാണ്, എല്ലാം അറിയുന്ന റബ്ബേ, അവിടെ എന്റെ ഉമ്മാന്റെ അവസ്ഥ അറിയുന്നല്ല, എന്റെ ഉമ്മാക്കൊന്ന് പൊറുച്ചു കൊടുക്കണേന്ന് ഹൃദയം തട്ടി അള്ളാഹുവിനോട് പറയാനുള്ള ഒരു മിനിമം അറിവ് പോലും ഇല്ലാത്ത ഉമ്മത്ത് സമൂഹത്തിലൂടെ വ്യാപിച്ച് സിയാറത്ത് ടൂറുകളും പാക്കേജുകളും വ്യാപകമാകുമ്പോ ഓർക്കണം, എവിടെയാ ഉമ്മത്തിനെ കൊണ്ടുപോയി തളം കിട്ടുന്നത്? ദീന് പഠിക്കാനുള്ളതാണ്, അറിയാനുള്ളതാണ്, ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. നമ്മൾ അറിയണില്ല. മരിച്ചു കഴിഞ്ഞാൽ പലരും ഇങ്ങനെ ഉമ്മാനോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയ ഓടാൻ. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഘട്ടം ഘട്ടമായി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പഠിപ്പിക്കാനും അറിയാനും പകർത്താനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും. പ്രിയമുള്ളവരെ, ബിദ്അത്ത് വരുമ്പോ സുന്നത്തുകൾ ഇങ്ങനെ മരിക്കും. അത് നമ്മളെ വിചാരിക്കുന്നതുകൊണ്ടൊക്കെ രക്ഷപ്പെടാനാണ്. ചില്ലറല്ലോ. ഒരു ജീവിതം മുഴുവൻ അള്ളാന്റെ മാർഗത്തിൽ സമർപ്പിച്ച് ലോകത്തോട് വിട പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചകനെന്ന് വിളിച്ചാൽ അല്ല വെറുതെ വിടൂല. മാമിൻ ഷൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്ന ഇല്ലാ ഖദ് ഹദ്ദസുക്കും ബിഹി. സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കാനുള്ളതുണ്ട് മുഴുവൻ A to Z. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാമിൻ ഷൈഇൻ യബ്ഉദുക്കും അനിന്നാർ. നരകത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണോ? അതിന് അല്ലാഹുവിന്റെ ഹബീബ് വിലക്കിയിട്ടല്ലാത്ത ഒരു കാര്യമില്ല. മുഴുവൻ നമ്മുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി പൂർത്തീകരിച്ച് പഠിപ്പിച്ചു തന്നതാണ്. അതിലുപരി നമ്മൾ വിചാരിക്കും ഇനി ഹബീബ് അങ്ങ് ഏറ്റെടുക്കുന്നുള്ളതാണ്. ഈ വിദേഹത്ത് കൊണ്ടുവരുന്നവർ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ പൂരമഹോത്സവത്തിൽ അവരല്ലേ, പള്ളിപ്പെരുന്നാളുകളിൽ അവരല്ലേ, നാട്ടിലെ ഫെസ്റ്റുകളിൽ അവരല്ലേ, അവര് തന്നെയല്ലേ റാലിക്ക് മുമ്പ് ഒരു അനൗൺസ്മെന്റ്, കേവലം സുബഹി ജമാഅത്ത് നിസ്കരിച്ചോ മാത്രം മതി എന്ന് പറഞ്ഞാൽ എത്ര ആളുകളുണ്ടാവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വെറുതെ പറഞ്ഞൊരു വാക്കല്ലാന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും എക്സാമ്പിളുകൾ പറഞ്ഞത്. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ ഹൗദുൽ കൗസറിന് വേണ്ടി മനുഷ്യനിങ്ങനെ കാത്തു നിൽക്കുമ്പോ, മുത്തറസൂലിനും അവർക്കിടയിലും മറയിടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്റെ ഉമ്മത്താണ് റബ്ബേ. അള്ളാഹു പറയാണ്, പ്രവാചകരെ, താങ്കളുടെ കാലശേഷം അവരെന്താണ് ചെയ്തത് എന്ന് താങ്കൾക്കറിയില്ല. ആ സമയത്ത് മുത്തറസൂല് പറയണ വാക്കുണ്ട്, സുഹുക്കൻ സുഹുക്കാ, ദൂരെ പോ, എന്റെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവരെ ദൂരെ പോ.
എന്റെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവരെ, ഞാൻ അവസാനം പറയുന്ന ഒരു വാക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ സമ്മതിച്ചു കൊടുക്ക്. നല്ല കർമ്മമാണ്, പുണ്യകർമ്മമാണ്. മജ്‌ലിസുന്നൂറും മഹ്ദറത്തുൽ ബദരിയും ഈ മീലാദുൻ നബിയും കുച്ചാറാത്തീബും കുച്ചബിയത്തും മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പോലും അറിയാത്തെല്ലാം മതമാണെന്ന് ഒരു ഭാഗത്ത് വെക്ക്. ശരിയാന്ന് വെക്ക്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നന്മയുടെ ഏടുകളുമായി വന്നു നിൽക്കുമ്പോൾ, ഈ ബൃഹത്തായ നന്മയുടെ ഏടുകളുമായി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്തൊരു വിഭാഗമുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ ഏടുകളിലൊന്നും ഈ വക സമ്പ്രദായങ്ങളൊന്നും കാണില്ല. അതെന്താ നബിയെ, ഞങ്ങളോടൊന്നും പറഞ്ഞു തരാത്തെ? ഈ പിൽക്കാലഘട്ടക്കാരെ ഏടിൽ ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുക്കുക, അബൂബക്കറെ, ഉമറെ, അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ട പിൽക്കാലഘട്ടക്കാർക്ക് മനസ്സിലാക്കിയ പുണ്യകർമ്മങ്ങളാണ് എന്ന് പറയേണ്ട ഒരു ഗതികേട് അള്ളാന്റെ ദീൻ ഉണ്ടാവും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചൊല്ലിയാ തീരാത്തത്ര മാത്രം ദിക്റുകള്, സ്വലാത്തുകള്, ഖുർആൻ പാരായണങ്ങള്, സുന്നത്ത് നമസ്കാരങ്ങള്, സുന്നത്ത് നോമ്പുകള്, യഥേഷ്ടം എടുക്കാനുള്ള നോമ്പുകള് പാരാവാരം പോലെ പരന്നു കിടക്കുമ്പോ അതൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയതിന്റെ പിന്നാലെ ഓടുന്നവരെ ഏത് അള്ളാന്റെ തൃപ്തിയാണ് നമ്മൾ ആഗ്രഹിക്കണേ? ഏത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരെ എത്തിച്ചേരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് എന്തും നന്ന് പറഞ്ഞോ അതിനെ സ്വീകരിക്കാൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ, ഞാൻ എന്റെ മുത്തുനബിയുടെ സുന്നത്തിലാണെന്ന് പറയാൻ, ഒരു 916 സുന്നിയായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആയത്ത് സൂറത്ത് അഹ്സാബിലെ 39-ാമത്തെ ആയത്താണ്. ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അല്ലാഹു റസൂൽ ഒരു കാര്യം വിധിച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ ആർക്കും അധികാരമില്ല. അങ്ങനെ ആരെങ്കിലും വമയ്യഅസില്ലാഹ വറസൂല, അള്ളാഹിനോടോ റസൂലിനോട് എതിര് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഫഖദ ദല്ല ദലാലൻ മുബീന, അവൻ വ്യക്തമായ വഴികേടിൽ തന്നെയാണെന്ന് അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ. ഈ കൊണ്ടുവരുന്ന പുതിയ ആചാരങ്ങൾക്ക് ഇതര മത ആദർശങ്ങളുമായിട്ട് പല ബന്ധങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ലതത്തബി അന്ന സനന മൻ കാന ഖബലക്കും, നിങ്ങളുടെ പൂർവികരുടെ ദുരാചാരങ്ങൾ നിങ്ങൾ പിന്തുടരും. ചാണ്ടിന് ചാണായി, മുഴത്തിന് മുഴമായി. അവരുടെ ബർത്ത്ഡേ സെലിബ്രേഷനുകൾ, ജൂത ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങൾ, അവരുടെ പള്ളി ഡെക്കറേറ്റ് ചെയ്ത പോലെ ഡെക്കറേറ്റ് ചെയ്യുന്ന അവസ്ഥകൾ, അവർ കേക്ക് മുറിക്കുന്ന പോലെ കേക്ക് മുറിക്കുന്നവർ, ഇതെല്ലാം സമൂഹം ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിന്തുടരപ്പെടുകയാണ്. പിന്നെ നമ്മളൊക്കെ പറയും, അതിപ്പോ ചില പണ്ഡിതന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ ബിദ്അത്തുകളിൽ സുന്നത്തായ ബിദ്അത്തെന്നും വെറുക്കപ്പെട്ട ബിദ്അത്തെന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഈ ചർച്ച പോലും കടന്നു വരുന്നത് തന്നെ ഹിജറ 600-ാം വർഷങ്ങളിലാണ്. ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി, മഹാരഥനായ ഒരു പണ്ഡിതൻ, അദ്ദേഹമാണ് ഈ വിഷയത്തിൽ പോലും ബിദ്അത്തുകളെ തരംതിരിച്ച് അദ്ദേഹം പഠിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് തന്നെ കടന്നു വന്നിട്ടുള്ള ഇമാം ഖറാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകളൊക്കെ ബിദ്അത്തിനെ പഠിപ്പിച്ചു. പക്ഷേ ആളുകൾ തെറ്റിദ്ധരിച്ചത് ഇന്ന് ഇവർ കാണുന്ന പോലെ ഒരു ബിദ്അത്തിനെയല്ല. അവരൊക്കെ പഠിപ്പിച്ചത്, ഞാൻ നേരത്തെ ഒരു വിശദീകരണമാണ്, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിൽ മതമായൊരു ആചാരത്തെ കൊണ്ടുവരലാണ്. ചില ആൾക്കാർ പറ്റിക്കാൻ വേണ്ടി ചോദിക്കും, റസൂലുള്ളാഹിന്റെ കാലത്ത് മൈക്കുണ്ടോ, റസൂലുള്ളാഹിന്റെ കാലത്ത് സൗണ്ട് സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് മതമാണോ ബിദ്അത്താവും, ഭൗതികമായ വിഷയങ്ങളല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് വിശദീകരണം നൽകിയ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾ അവരുടെ ബിദ്അത്തിന് വ്യാഖ്യാനം നൽകിയത് മുൻമാതൃകയില്ല, പുതുതായി ഒന്ന് കൊണ്ടുവരിക എന്ന അർത്ഥത്തിൽ മാലം യുഹദ് ഫി അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തത്, അതാണ് ബിദ്അത്ത്. എന്നിട്ട് അതിനെ മതപരമായി തിരിച്ചപ്പോൾ അദ്ദേഹം ദീനിൽ കടന്നു വരുന്ന ബിദ്അത്തുകളെ ശക്തമായി എതിർക്കുകയും, എന്നാൽ ഒരു മദ്രസ കെട്ടിടം ഒരാൾ പണിയുന്നു, അത് നല്ല ബിദ്അത്തിൽപ്പെട്ടതാണ്, ഭാഷാപരമായി മതത്തിന്റെ ശറഅല്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നിർബന്ധമായ ബിദ്അത്ത് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അറബി ഭാഷ പഠിക്കൽ, ഖുർആനിന്റെ ഭാഷ പഠിക്കൽ. അതിന് കാരണം എന്താണ്? ഖുർആൻ ഒരാൾക്ക് പഠിക്കണമെങ്കിൽ ആ ഭാഷ പഠിക്കും. അങ്ങനെ ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു.
ഇവരൊക്കെ മതത്തിൽ ഒരാചാരം കടന്നു വരുന്നതിനെ മിമ്പറിന്റെ ഖുത്ബയിൽ ശക്തമായി വിലക്കിയിട്ടുള്ള മനുഷ്യനാണ് മഹാനായ ഇസ്ബിൻ അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ഇതിന്റെ തുടക്കം ഈ ഭാഷ പഠിപ്പിച്ച വ്യക്തി പോലും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. സാന്ദർഭികമായി ചെറിയൊരു കാര്യം കൂടെ ഈ രണ്ടാമത്തെ ഖുത്ബയിൽ പറയാൻ. ഇപ്പൊ ഇത്രയും പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന കുറെ ചിന്തകളുണ്ട്. നമ്മളൊക്കെ വീടൊക്കെ താമസിക്കുമ്പോൾ നല്ലൊരു ഭക്ഷണം കൊടുക്കുക. അപ്പൊ അങ്ങനെ നാട്ടു നടപ്പുള്ള ഉറുഫുകളുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് മതമാകുമോ എന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങൾക്കെതിരല്ലെങ്കിൽ അതിനെ ആക്ഷേപിക്കേണ്ട, അത് അംഗീകരിക്കപ്പെടാവുന്ന ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പോ ഒരാളെ വീട് താമസിച്ച അയാൾ 4 ആൾക്ക് ഭക്ഷണം കൊടുത്തു, സന്തോഷാണ്. ആ സന്തോഷം മതത്തിനെതിരല്ലെങ്കിൽ അതെന്താണ്? അനുവദനീയമാണ്, ആക്ഷേപിക്കപ്പെടേണ്ടാത്ത ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ ആളുകൾ പറയും ആ കുട്ടിയുടെ ആദ്യത്തെ പ്രസവം നടക്കേണ്ടത് പെൺകുട്ടിയുടെ വീട്ടിലാണ്. അതൊരു നാട്ടു നടപ്പാണ്, ഉർഫാണ്. അതിനെ ആക്ഷേപിക്കാനോ പ്രയാസപ്പെടുത്താനോ ഒന്നിനും നമ്മൾ പോവേണ്ട കാര്യമില്ല. പക്ഷെ മതത്തിനെതിരെ വരുന്ന കാര്യം അതിൽ വന്നാൽ അത് നാട്ടിൽ നടക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഏതുപോലെ ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നു, അതിനെ ഇസ്ലാം എതിർക്കുന്ന ഒന്നാണ്, മതപ്രമാണങ്ങൾക്കെതിരാണ്. അതിനെ നാട്ടു നടപ്പ് എന്ന് പറഞ്ഞ് അതിനെ കൂട്ടിവെക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതല്ലാത്ത ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക പിടിച്ചെടുക്കുമ്പോൾ കഅബാലയത്തിന്റെ താക്കോൽ ഓരോ തറവാട്ടുകാരുടെ കയ്യിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കോല് വാങ്ങുന്നു, കഅബ വൃത്തിയാക്കുന്നു, വിഗ്രഹങ്ങൾ മാറ്റുന്നു. അതേ തറവാട്ടിലെ അതേ നാട്ടിലുണ്ടായിരുന്ന രീതി പോലെ അതിനെ ഏൽപ്പിക്കാൻ അവരുടെ കയ്യിൽ തന്നെ ആ ചാവി കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്കെന്തില്ല, വിരോധമില്ലാത്തൊരു വിഷയമാണ്. നാട്ടു നടപ്പെന്ന ഉർഫ് എന്ന് പറയുന്ന ഒരു മേഖല ഇസ്ലാം അനുവദിക്കുന്നു. പക്ഷെ അത് പ്രമാണങ്ങൾക്കെതിരെ വന്നാൽ അത് അനുവദനീയമല്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ജീവിക്കാൻ തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങളെ ആരെയും നീ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരന്മാർ, ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ ഉൾപ്പെടെ നമ്മളോട് വിട പറഞ്ഞ സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, മഅ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാൻ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى، اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.